ഒരബദ്ധം പറ്റി കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ ആക്ച്വലി ഇതിന്റെ എല്ലാ കളേഴ്സും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക ഈ ഒരു ബ്ലൗസിന്റെ കൂടെ എന്ന്. പക്ഷെ എന്തായാലും സാരി ഉടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് നമുക്ക് ഒരുപാട് എൻക്വയറി എപ്പോഴും വരുന്നൊരു കാറ്റഗറിയാണ് ബാംബൂ ടസർ സാരീസ്. അത് നമുക്കൊരു 4 താഴോട്ട് 5 താഴോട്ടെന്നൊക്കെ എപ്പോഴും എൻക്വയറി വരുന്നതാണ്. ആൻഡ് ഈ പീസസ് നമുക്ക് അധികം സ്റ്റോറിൽ ഉണ്ടാവാറേ ഇല്ല, ബിക്കോസ് ഇറ്റ് ഓൾവേസ് സെൽ ഔട്ട് വെരി ക്വിക്ക്ലി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാംബൂ ടസേഴ്സിൻ്റെ കുറച്ച് കളക്ഷനാണ്. ആൻഡ് ഇതിനകത്ത് ഒരുപാട് ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം നമുക്ക് ഡിസൈൻ പൊതുവെ പുകെ വരുന്നുണ്ടാവും, നമുക്കെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഒരു ലുക്ക് നമുക്ക് നോക്കാം. ഞാൻ ഈ ഉടുത്തേക്കുന്നതാണ് 3699 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു വീവിങ് പാറ്റേൺ, ഫുൾ ഒരു ദേശി ടസറിൻ്റെ യാൻസിൻ്റെ കളറില്ലേ അതുപോലത്തെ ഉള്ള ഒരു ടോണിൽ വന്നിരിക്കുന്ന ബേജിൻ്റെ അകത്ത് ഒരു ജോമെട്രിക് വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ബാംബൂ ടസർ സാരിയാണ്. ഭയങ്കര ക്ലാസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്നതാണ്. ടസേഴ്സ് പോലെ തന്നെയാണ്, വെയിറ്റ് തീരെ ഇല്ല. ഇപ്പോൾ ടസറിൻ്റെയും കോട്ടൻ്റെയും ഒരു ബ്ലെൻഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സാരിയാണ്. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം. നല്ല 4 കളേഴ്സിലാണ് വരുന്നത്. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ഫീലിൽ വന്നിട്ടുള്ള ബ്രൈറ്റ് ടോണുമാണ് ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ വരികയാണ്. ആൻഡ് ദെൻ ദിസ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഗ്രേ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ടോണിലോട്ട് പോയിട്ടുണ്ട്. ടസറിൻ്റെ ടോൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡാർക്ക് ടോണിൽ ഇതിൻ്റെ ഇത് വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അതിനകത്ത് വീവിങ്ങിൻ്റെ കളേഴ്സും ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു എന്നാലും ഒരു ലൈറ്റ് ഫീൽ അവിടെ വരുന്നുണ്ട്. അത് മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത കാരണമാണ്. സോ ദിസ് ഇസ് ദി ലുക്ക് ഓഫ് ദി സാരി. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് സോളിഡ് ആയിട്ടാണ് വരുന്നത്. സെയിം റണ്ണിങ്ങിൽ തന്നെ സെയിം മെറ്റീരിയൽ സോളിഡ് ആയിട്ട്, ബോർഡേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇൻ കേസ് വർക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. സോ ദിസ് ഇസ് 1 ഷെയ്ഡ്. ഇനി വരുന്ന രണ്ടും ഒരു റെഡ്, ഇപ്പം നമ്മൾ കണ്ടത് കൂൾ ടോൺ ആയിരുന്നല്ലോ. ഇനി നമുക്ക് വാം ടോണിൽ വന്നിരിക്കുന്ന ലുക്കാണ്. അത് കുറച്ച് സ്റ്റാർച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ സാരി. നമുക്കതും കൂടി ഒന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡിലാണ്. നല്ല ടോൺ ഓഫ് പീച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഓഫ് പീച്ച്. ആൻഡ് ഇതിൻ്റെ പല്ലൂല് സിമ്പിൾ ലുക്കാണ്. ഒരു ഡയമണ്ട് പാറ്റേൺ ഫോം ചെയ്യുന്ന രീതിയിൽ കെസിയ വീവിങ് സ്റ്റൈൽ നോവൽറ്റി യാൻസ് ആണ്. ഭയങ്കര വലുതല്ല, കുറച്ച് സട്ടിലായിട്ടുള്ള ഇങ്ങനെ കുറച്ച് ടാസൽ പോലത്തെ ഡീറ്റെയിൽ വരുന്ന യാണുണ്ട്. അത് നോവൽറ്റി യാണാണ്. അത് വെച്ചിട്ടുള്ള ഒരു കെസിയ വീവിങ് പാറ്റേൺ. ആൻഡ് ദിസ് ഇസ് ദി പീച്ച് ഷെയ്ഡ്. റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇത് നമുക്ക് ഉടുക്കാൻ എളുപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാർച്ച് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഡ്രൈ ക്ലീൻ ചെയ്യുക. അപ്പോഴാണ് എന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റാർച്ച് ലെവൽ പോകണ്ട, നമ്മളൊരു മീഡിയം സ്റ്റാർച്ചിൽ ചെയ്ത് തന്നെ വേറെ ചെയ്യുന്നതാണ് സാരിക്ക് ഒരു ഭംഗി വരുന്നത്. അപ്പോഴാണ് ഒരു ഗ്ലോസ് ഉണ്ടല്ലോ, ഷീൻ ഓഫ് ദി ഫാബ്രിക് ഓഫ് ദാറ്റ് ടസർ ഫിനിഷിങ് വരുന്നതിൻ്റെ ആ ഒരു ലുക്കും കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു സ്മാർട്ട് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് ബർഗൻഡി. നല്ല രസമുള്ള കളറാണ്. അത് ഏത് ഉടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. കളർ കോമ്പിനേഷൻ, ആ ഒരു ബേജ് ത്രെഡിൻ്റെ ആ ഒരു വീവിങ് സ്റ്റൈൽ എനിക്ക് തോന്നുന്നു എല്ലാ സാരിക്കകത്തും ചേരുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ്വൽ പ്ലേറ്റ് ഇടണമെങ്കിലും ഇടാം കേട്ടോ. അതിൻ്റെ ഇന്ന പോർഷൻ വന്നിരിക്കുന്നതിൻ്റെ അകത്ത് ചെറിയ ലൂസിയാൻസ് വരുന്നുണ്ട്. ആ ഒരു ടെമ്പിൾ ഡീറ്റെയിലിങ് വരുന്നില്ലേ, അവിടെ നമുക്ക് ലൂസിയാൻസ് വരുന്നുണ്ട്. അപ്പം സ്റ്റോൺ ജ്വല്ലറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം ത്രെഡ് വീവിങ് ആയതുകൊണ്ട് നമുക്ക് സെറിയെക്കാട്ടിലും കൊണ്ട് വലിയാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. പക്ഷേ സാരി ഈസ് വെരി പ്രിട്ടി, വെരി ടു സ്മാർട്ട് ലുക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാഷ്വൽ പ്ലേറ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിലല്ലേ ഇടണ്ടാവുക. അതിൻ്റെ റോങ് സൈഡിൽ നമുക്ക് വേറെ എന്താ പറയുക, ഒരു നീറ്റ് അല്ലാത്ത ഒരു ലുക്കും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ്വൽ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്മാർട്ടാണ്. സോ ACT 1185 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിസൈൻ വേരിയേഷൻസിലും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് മാക്സിമം നമ്മളത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട്. ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന കട്ട് വർക്ക് സാരി, ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തേക്കുന്നത്. 2 കോഡ്സിലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുറച്ചും കൂടി വലിയ ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്ന സാരി.
ബോർഡർ ഡീറ്റെയിലിംഗ് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. രണ്ടിലും വന്നേക്കുന്നത് മെഷീൻ കട്ട് വർക്കാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇതിന് ഫാബ്രിക് വന്നേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. ഒരു ടസർ ഫിനിഷുള്ള സെമി സിൽക്ക് ഫാബ്രിക്. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ചെയ്തേക്കാണ്. ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സാരീസ് കാണാം. ഒരുപാട് കളർ ഓപ്ഷൻസ് നോക്കുന്നത്, വേറെ പേസ്റ്റൽ ടോൺസിലാണ് എല്ലാം വന്നേക്കുന്നത്. കളർ ഓപ്ഷൻസ് നോക്കുന്നവർക്ക് ഞാനിന്ന് ഓരോ സാരീസ് ഓപ്പൺ ചെയ്ത് കാണാം. പേസ്റ്റൽ കളേഴ്സിലാണ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഗ്രീൻ, പേസ്റ്റൽ ബ്ലൂ, പിന്നെ ഒരു യെല്ലോ, പീച്ച്, ഇങ്ങനെ 4-5 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സാണ്. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീനിൽ ഫ്ലോറൽ പാറ്റേൺസ് ആണ് പ്രിൻ്റ് ചെയ്ത് വന്നിരുന്നത്. കുറച്ച് വലിയ ഫ്ലോറൽ പാറ്റേൺസ് ആണ് കേട്ടോ. ഫ്ലോറൽ പാറ്റേൺസ് ഭംഗിയായിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നേക്കാണ്. എന്നിട്ട് ഈ സാരിയിൽ ഫുൾ സാരിയിൽ ഇതുപോലെ ബോർഡേഴ്സിൽ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ട് വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരുപാട് ഇങ്ങനെ എടുത്ത് കാണാത്ത രീതിയിലുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ വരുന്ന പോലത്തെ ബ്ലൗസുമാണ് പെയർ ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ ഒരു റണ്ണിങ് ഫ്ലോറൽ പാറ്റേൺസ്, ഒരു കാന്ത ഡിസൈൻസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കാന്തായിലൊക്കെ കാണുന്ന കുറച്ച് വലിയ പൂക്കളില്ലേ, അതുപോലെ വരുന്ന ഒരു കളർ കോമ്പിനേഷനും അതുപോലെ വരുന്ന ഫ്ലോറൽ പാറ്റേൺസുമാണ് വന്നേക്കുന്നത്. ഇനി ബ്ലൗസ് വന്നേക്കുന്നത് ഇതാണ്, ആ ബേസ് കളറിൻ്റെ ഒരു സെൽഫ് പ്രിൻറ്റ് പോലെ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു സെയിം ഡിസൈൻ്റെ ചെറിയ മിനിയേച്ചർ ഡിസൈനാണ് വന്നേക്കുന്നത്. അത് ഒരു നെഗറ്റീവ് പ്രിൻറ്റിങ് പോലെ ആ ഒരു ബേസ് കളറിനോട് അത് യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത് കട്ട് വർക്കാണ്. കട്ട് വർക്ക് വന്നിരിക്കുന്നത് ഞാനിപ്പം വേറെ ചെയ്തേക്കുന്ന ആ സാരി പോലെ തന്നെ ലേസിൻ്റെ എഡ്ജ് ഫിനിഷിങ് പോലെ വരുന്ന ഫ്ലോറൽ പാറ്റേൺസിൻ്റെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗാണ് വന്നിരിക്കുന്നത്. സാരി ഇങ്ങനെയാണ്. ഫ്ലോറൽ പാറ്റേൺസും ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഫ്ലോറൽ പാറ്റേൺസും കട്ട് വർക്ക് ഹൈലൈറ്റും ഒക്കെ വന്നിരിക്കുന്ന ഈ സാരിയുടെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് BLD 383 ആണ്. 2999 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിലുള്ള പ്രിൻറ്റിൻ്റെ ഇതിൻ്റെ തന്നെ വേറൊരു ഇച്ചിരി സ്ലൈറ്റ് ഡിഫറൻസിൽ പ്രിൻറ്റിൽ വരുന്ന വേറൊരു സാരിയും കൂടെ, വേറൊരു കോഡിൽ വരുന്ന സാരി 415 കോഡിലും 425 കോഡിലും ഒക്കെ വരുന്ന സാരീസ് അവൈലബിൾ ആണ് കേട്ടോ. 415, 414 ആൻഡ് 425 കോഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സെയിം കോൺസെപ്റ്റിൽ തന്നെ വരുന്ന പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന സാരി. ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 2999 ആണ് കേട്ടോ. ഇത് അടുത്ത കളക്ഷൻ. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ബ്ലൂവിൽ സെയിം പ്രിൻറ്റ് ഡിസൈനിങ് ഒക്കെ സെയിം തന്നെയാണ്. സെയിം പ്രിൻറ്റ് പാറ്റേൺ വന്നിട്ട് ഫ്ലോറൽ പാറ്റേൺസ് ആ കളറിൽ വരുന്ന ഡിഫറൻസ് ആണ് കേട്ടോ. ഇതിലെ ആ ഒരു ഫ്ലോറൽ പാറ്റേൺസിൻ്റെ പ്രിൻറ്റിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ ആ ബ്ലൗസ് മെറ്റീരിയൽ കണ്ടോ, ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ. ബ്ലൂ ടോണിൽ തന്നെയാണ് ബ്ലൗസിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ ഓപ്പൺ ലുക്ക് ഞാൻ കാണിക്കാം. ബ്ലൂവിൽ ഫ്ലോറൽ പ്രിൻറ്റ് ഡിസൈൻ വന്നിട്ട് അതിൽ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് കണ്ടോ. ഇതാണ് അടുത്ത കളർ ഓപ്ഷൻ. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് BLD 430 ആണ്. പ്രൈസ് വരുന്നത് 2999 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു കളർ ഓപ്ഷൻ യെല്ലോയും സാൻഡൽ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ഒരു യെല്ലോ അല്ല, കുറച്ചൊരു സാൻഡൽ ടിൻറ്റും കൂടെ വന്നിരിക്കുന്ന ഭംഗിയുള്ളൊരു കളർ ഓപ്ഷൻ. ഇതിലും വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈൻ ഇച്ചിരി കുറച്ച് വലുതായിട്ടുള്ള പ്രിൻറ്റ് ഡിസൈനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ് ഡിസൈനാണ്. സെയിം ലേസിൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പ്രോഡക്റ്റ് കോഡ് വരുന്നത് BLD 431 ആൻഡ് 2999 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പീച്ച് കളറാണ് കേട്ടോ. ഈ പീച്ച് കളറിൽ തന്നെ 425 കോഡിലും പീച്ച് കളറ് ഇതേ കോൺസെപ്റ്റിൽ തന്നെ ഫ്ലോറൽ പാറ്റേൺസിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്ന ഒരു സാരിയും കൂടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. പീച്ച് കളർ വിത്ത് ഫ്ലോറൽ പാറ്റേൺ പ്രിൻറ്റ് ചെയ്തേക്കുന്ന, ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്നു. അതിൻ്റെ കൂടെ മെഷീൻ കട്ട് വർക്കിൻ്റെ ഹൈലൈറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത്. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് BLD 411 2999 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിൻ്റെയും അതുപോലെ തന്നെ കട്ട് വർക്കിൻ്റെയും ഫ്യൂഷൻ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയുടെ കളക്ഷനാണ് ഇത്. BLD 431, 430 അങ്ങനെ
കോഡ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയേക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ലിങ്ക്, എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടും കേട്ടോ. പിസ്ത ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി, ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാട്ടോ അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. പല്ലുവിലും ത്രൂ ഔട്ട് സാരി ഫുള്ളായിട്ട് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്ലോറൻ്റെ ഒരു ലുക്കാട്ടോ ബോർഡർ വന്നേക്കുന്നത്. അപ്പർ ബോർഡറും ലോവർ ബോർഡറും ആ ഒരു ലുക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ലൈറ്റായിട്ട് ഒരു സ്കാലപ്പിൻ്റെ ഒരു ഫിനിഷിലാണ് എൻഡ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതും ഹൈലൈറ്റ് ചെയ്ത് ത്രെഡും കട്ട് ബീഡ്സും സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ഒരു വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. എല്ലാം ആ ഒരു ഗ്രീൻ ഷെയ്ഡിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ആ ഒരു വർക്കും ഫിനിഷ് ചെയ്തേക്കുന്നത്. ഒരു സ്മൂത്തായിട്ട് ആ ഒരു ഫിനിഷിങ് പോയിട്ടുണ്ട് കേട്ടോ. കാണാൻ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. കോൺട്രാസ്റ്റ് വരുന്നതിനേക്കാളും ആ ഒരു സെയിം ഷെയ്ഡിലുള്ള ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും നമുക്കിപ്പോൾ ക്രിസ്ത്യനും ബ്രൈഡ്സിനൊക്കെ അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ സിസ്റ്റമൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് പോയേക്കുന്നത്. ഫുൾ ത്രൂ ഔട്ട് സാരിയിൽ മിററിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് അതിനെ ഹൈലൈറ്റും കൂടെ ചെയ്തേക്കുവാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസും റണ്ണിങ്ങിൽ തന്നെ സെയിം ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലും ഫുള്ളായിട്ട് ഒരു ഹാൻഡ് വർക്ക്, ഹെവി ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലും ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സാരി ഉടുക്കുന്ന ഈ ഒരു പോർഷൻ ഓൺ സൈഡ് ബ്ലൗസ് നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ പുറത്ത് കാണുന്ന ഒരു പോർഷൻ ഇല്ലേ, അവിടെ ഫുള്ളായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് ഹാൻഡ് വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് സാരീൻ്റെ ലുക്ക് ത്രൂ ഔട്ട് വരുന്നത്. പ്ലീറ്റ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. നമ്മൾ ഫസ്റ്റ് ട്രയലിൽ തന്നെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിനോൺ മെറ്റീരിയൽ ആട്ടോ ഈ സാരി വന്നേക്കുന്നത്. എൻ്റെ കോഡ് വരുന്നത് PY753. പ്രൈസ് റേഞ്ച് വരുന്നത് 11,799 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു സാരീൻ്റെ സെയിം ലുക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. ചെക്ക് ഔട്ട്. ടൈ ആൻഡ് ഡൈ ലുക്കിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി നമുക്ക് എപ്പോഴും ഇഷ്ടമാണല്ലോ ഈ ഒരു ലുക്ക്. അതും ബഗൽപൂരിൽ നിന്നുള്ള കേട്ടോ വന്നേക്കുന്നത്. നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ഉള്ള ഒരു മെറ്റീരിയലും കൂടെയാണ്, ബഡ്ജറ്റ് റേഞ്ചിലും കൂടെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വെയർ ചെയ്തേക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു സാരി. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജന്തയുടെ ഒക്കെ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം US 202 എന്ന കോഡ് തൊട്ട് 207 വരെയുള്ള കോഡ്സിലാണ് നമ്മൾ ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ബെസ്റ്റായിട്ട് ഇത് ഈ ഒരു ലുക്ക് കുറച്ച് നാൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം നമുക്ക് ഓഫീസ് വെയറോ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുള്ളി ട്രഡീഷണൽ ലുക്കും കൂടെ ഇത് ഈ ഒരു സാരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂറക്സി യാൺസിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഭയങ്കര ബഡ്ജറ്റ് റേഞ്ചിലാട്ടോ വന്നേക്കുന്നത്. 1099 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ചെക്ക് ഇറ്റ് ഔട്ട്.